ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ടർട്ടിൽ വൈനിനെ കുറിച്ചാണ് കേട്ടോ. ടർട്ടിൽ വൈന് അഥവാ സയന്റിഫിക് പേര്, അതായത് ശാസ്ത്രീയനാമം ഇതിന്റെ കാലിസിയ റെപ്പൻസ് എന്നാണ്. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ നമുക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ്. വേണമെങ്കിൽ നമുക്കിത് ഒരു കാർപ്പറ്റ് പോലെ, നമ്മുടെ പുൽത്തകടി പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നല്ലപോലെ പടർത്തി നല്ലപോലെ കെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു പുൽത്തകടി പോലെ തന്നെ ആയി വരുന്ന ഒരു ചെടിയാണ് ഇത് കേട്ടോ. പിന്നെ ഇത് വളരെ നല്ലൊരു സക്യുലൻ്റ് ആണ്, അതായത് ഓക്സിജൻ ധാരാളം ആയിട്ട് പുറത്തുവിടുന്ന ഒരു ചെടിയാണ്. നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിരുന്നു സർപ്പപ്പോളയുടെ കാര്യം, ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് അത് പറഞ്ഞത്. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഇത്, നമ്മുടെ ടർട്ടിൽ വൈന്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിർമ കേട്ടോ, ഇതിന്റെ പച്ചപ്പൊക്കെ കാണുമ്പോൾ. ഇത് വളർത്താനും വളരെ എളുപ്പം. അതുകൊണ്ട് ഇതുപോലെ ഒരു ചെറിയൊരു വള്ളി അങ്ങോട്ട് എടുക്കുക, കുറച്ച് മണ്ണിലേക്ക് ഇതുപോലെ ചെറിയൊരു പോട്ടോ ഫ്ലവർ വേസോ എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചിരി മണ്ണും എന്തെങ്കിലും ഇച്ചിരി വളവും കമ്പോസ്റ്റും എല്ലാം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മാസം എടുക്കത്തുള്ളൂ കേട്ടോ. ഇതുപോലെ നല്ല ഗ്രീനി ആയിട്ട് കിട്ടും. നല്ല ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭിത്തികളിലൊക്കെ പടർത്തി വിടുവോ അല്ലെങ്കിൽ എന്താ പോട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. വളരെ നല്ല രസമാണ് ഇത് കാണാൻ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കണം, എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം.